പുനലൂർ മൂവാറ്റുപുഴ പാതയിലൂടെ കടന്നുപോകുമ്പോൾ ഇപ്പോഴും കാണാം നാടിനെ ഞെട്ടിച്ച സംഭവത്തിന്റെ അവശേഷിപ്പുകൾ. 1996 ജൂലൈ 26-നായിരുന്നു റാന്നി വലിയ പാലം തകർന്നത്. യാത്ര മുടങ്ങിയ ഘട്ടത്തിൽ സർക്കാർ ഇടപെട്ട് സൈനിക സഹായം തേടി. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ആൻഡ് സെന്റർ ആയിരുന്നു നിർമ്മാണം. തകർന്ന പാലത്തിന്റെ അവശേഷിച്ച ഭാഗങ്ങൾക്ക് മുകളിലൂടെയാണ് ബേലിപ്പാലം നിർമ്മിച്ചത്. പണി തുടങ്ങിയ 4-ാം നാൾ ബസ്സും വലിയ ചരക്ക് വാഹനങ്ങളും ഒഴികെയുള്ളവ ഓടിത്തുടങ്ങി. ഇ.കെ. നായനാരായിരുന്നു അന്ന് മുഖ്യമന്ത്രി. രാജു എബ്രഹാം നിയമസഭാംഗവും. 1996 നവംബർ 8-നാണ് ബേലിപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. ഒരു 3 ദിവസം കൊണ്ട് പാലം നിർമ്മിച്ചു. ആയിരക്കണക്കിന് വാഹനങ്ങൾക്ക് പോകേണ്ട സ്ഥലമായതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധ യുദ്ധഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി അവരിതിന് നൽകുകയുണ്ടായി. ബേലിപ്പാലം പണിയും മുൻപ് കടത്തുവള്ളത്തെയാണ് ജനം ആശ്രയിച്ചത്. ഇതിനിടെ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. തുടർന്ന് ഇവിടെ ജങ്കാർ ക്രമീകരിക്കപ്പെട്ടു. കാലമേറെ കടന്നുപോയെങ്കിലും റാന്നി ദേശത്തെ രണ്ടാക്കിയ പാലം തകർച്ച ഭീതിപ്പെടുത്തുന്ന ഓർമ്മയായി നിലകൊണ്ടു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഉഷാർ റോഡ് ലൈൻസ് കടന്നു പോകുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ ഒരു വലിയ സൗണ്ടാണ് കേൾക്കുന്നത്. ആ സൗണ്ട് ഉടനെ അപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പം ഭയങ്കര സൗണ്ട് കേട്ടപ്പം പാലം വീണാന്ന് അപ്പോഴാണ് അറിയുന്നത്. ഈ സൗണ്ട് കേട്ടു വണ്ടി ഇറങ്ങി വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ വണ്ടി അക്കരയ്ക്കുന്നതും പാലം താഴെ കിടന്നു. പുതിയ പാലത്തിനായുള്ള ശ്രമങ്ങൾക്ക് ഗതിവേഗം ഏറെയായിരുന്നു. 1999 ജനുവരി 9-ന് പുതിയ പാലം നാടിന് സമർപ്പിക്കപ്പെട്ടു. അത് റാന്നിയുടെ ആഘോഷങ്ങളിൽ നെറ്റിപ്പട്ടം ചാർത്തുകൂടിയായിരുന്നു. ഗതാഗതം സുഗമമായതിനു പിന്നാലെ ബേലിപ്പാലം പൊളിച്ചു. ബലമേറിയത് വേഗത്തിൽ നിർമ്മിക്കാം, അതിവേഗത്തിൽ പൊളിച്ചു നീക്കാം. ബ്രിട്ടീഷ് എഞ്ചിനീയറായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ഈ ആശയം യാഥാർത്ഥ്യമായത് 2-ാം ലോക മഹായുദ്ധകാലത്ത് സൈനിക നീക്കത്തിനായിട്ടായിരുന്നു. കേരളത്തിൽ മാതൃക പിന്തുടർന്നത് റാന്നി പാലം തകർന്ന ഘട്ടത്തിലും. സി.കെ. അഭിലാൽ,